ഓണം വ്ലോഗാണ്. ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അച്ഛനിരുന്ന് പൂക്കളം ഇടാനുള്ള പൂവൊക്കെ റെഡിയാക്കി വെക്കുന്നതാണ് കണ്ടത്. അങ്ങനെ രാവിലെ തന്നെ പൂക്കളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓണത്തിന് രാവിലത്തെ മെയിൻ പരിപാടി പൂക്കളം ഇടലാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിപ്സൊക്കെ വീട്ടിൽ തന്നെയാണ് വറുത്തത്. ഇത് ഓണത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ ചിപ്സ് വറുത്തത്. ഞാൻ അപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെയാണ്, അച്ഛൻ തന്നെയാണ് ചിപ്സൊക്കെ വറുക്കുന്നത്. അവിടെ അങ്ങനെ ചിപ്സ് വറുക്കലും പരിപാടികളൊക്കെ നടക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ മെഹന്തി ഇട്ടാലോ എന്ന് വിചാരിച്ചു. എനിക്ക് വലിയ ഡിസൈൻസ് ഒന്നും വരക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ചെറിയൊരു ഡിസൈൻ ട്രൈ ചെയ്തു. അതെന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ സെറ്റ് മുണ്ട് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഓർത്തത് ബ്ലൗസിന് കൈ വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ രാത്രി ആയപ്പോൾ അതും കൂടെ വെച്ചു. ഇപ്പോൾ കണ്ട വീഡിയോസൊക്കെ ഞാൻ ഓണത്തിന് തലേന്ന് എടുത്ത് വെച്ചാണ്. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ റെഡിയായി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകും വഴി നമ്മൾ വഴിയിൽ വെച്ച് മാവേലിനെയും കണ്ടു. ഞങ്ങൾ പോയത് ചേർത്തല അമ്പലത്തിലാണ്. ഇന്ന് പിന്നെ എല്ലാവരും ട്രഡീഷണൽ ലുക്കിലാണല്ലോ. പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഓട്ടോയിലാണ് തിരിച്ച് വീട്ടിൽ പോയത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ പായസം വെക്കുമായിരുന്നു. അമ്മ ദാ മുല്ലപ്പൊക്കെ വെച്ച് സുന്ദരിയായിട്ട് നിൽക്കാൻ കേട്ടോ. അമ്മ പായസം വെക്കുമായിരുന്നു. അങ്ങനെ പായസമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ സദ്യ കഴിക്കാനുള്ള പരിപാടിയാണ്. സദ്യ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നിട്ട് ഞങ്ങൾ ഹൃദയപൂർവ്വം കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 5:50 ഷോയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 5:50 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവി തുടങ്ങി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിവ്യൂസിൽ ലോകയാണ് നല്ല മൂവി എന്ന് പറയുന്നുണ്ട്. ഹൃദയപൂർവ്വം നല്ലൊരു ഫാമിലി മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇൻ്റർവെല്ല് വരെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നമ്മളൊരു കോഫിയും പിന്നെ പോപ്കോണും പിന്നെ ഞാൻ ഈ ഒരു കോൺ ചിപ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂവി കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് ഉച്ചയ്ക്കത്തെ സദ്യയൊക്കെ കഴിച്ചു. പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി ഓണം വ്ളോഗ്.